ഹായ്, വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ പുതിയ സെക്ഷനാണ് കോഡ് ആൻഡ് ടാൻജൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും കൂടി പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്ന്. അതിനോടൊപ്പം തന്നെ സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും അറ്റ് എ ടൈം രണ്ട് ടാൻജൻസ് വരയ്ക്കാമെന്നും ആ രണ്ട് ടാൻജൻസിനും ഒരേ ലെങ്ത് ആണ് എന്നും ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പിന്നെ നമ്മൾ പറഞ്ഞു പുറത്തുള്ള പോയിന്റ് ദാറ്റ് മീൻസ് രണ്ട് ടാൻജൻസ് തമ്മിൽ മീറ്റ് ചെയ്ത ഔട്ട്സൈഡ് പോയിന്റും റേഡിയസും കൂടി ഒരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യുന്നുണ്ടോ. ടാൻജൻസ് മീറ്റ് ചെയ്ത പോയിന്റ് മേക്ക് ചെയ്യുന്നത് 80 ഡിഗ്രി ആണ് എങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 80 ദാറ്റ് ഈസ് 100 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? റേഡിയസും ടാൻജന്റും കൂടി പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. റേഡിയസും ടാൻജന്റും കൂടി പെർപെൻഡിക്കുലർ ആണ്. സോ ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. Quadrilateral angle sum 360 degree. That means 90 plus 100 plus 90 plus 80 equal to 360 degree. Opposite angles are supplementary എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 90 plus 90 180 supplementary, 100 plus 80 180 supplementary. ഓക്കെ, ഇവിടെ സെന്ററിന് ഒ എന്നും പി എ പി ബി എന്നിവ ടാൻജൻസുമാണ് എങ്കിൽ ഒ എ പെർപെൻഡിക്കുലർ ടു പി എ ആൻഡ് ഒ ബി പെർപെൻഡിക്കുലർ ടു പി ബി. ഒ എ പി ബി എന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ദെൻ ഒ എ ഈക്വൽ ടു ഒ ബി, അതായത് സർക്കിളിന്റെ റേഡിയസിനെല്ലാം ഈക്വൽ ലെങ്ത് ആണ്. ടാൻജൻസ് ഓൺ ദ സർക്കിളുമായി മീറ്റ് ചെയ്ത പോയിന്റ് എയും ബിയും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിനെ നെയിം ചെയ്യാം ഒ എ ബി. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ സ്പെഷ്യാലിറ്റി നോക്കാം. ഒ എ ഈക്വൽ ടു ഒ ബി. That means ഈ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്സെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒ എ ഈക്വൽ ടു ഒ ബി. That means ആംഗിൾ ഒ 100 ഡിഗ്രി ആണെങ്കിൽ O plus A plus B is equal to 180 degree. That means 180 minus 100 80 degree ആണ് ഈ രണ്ട് ആംഗിൾസിന്റെയും സം. 80 ഡിഗ്രിയെ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 80/2 that is equal to 40 degree. That means ആംഗിൾ A എന്ന് പറയുന്നത് 40യും ആംഗിൾ B 40യുമാണ് എന്ന് കിട്ടി. ഇവിടെ ഈ രണ്ട് ആംഗിൾസിന്റെയും കൂടിയുള്ള മെഷർമെന്റ് ആണ് നമ്മൾ പറഞ്ഞത് 90 ഡിഗ്രി എന്ന്. അതിൽ ഒരു ആംഗിൾ 40 ഡിഗ്രി ആണ്. ഈ രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ് 90, ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഒബ്വിയസ്ലി സെക്കൻഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് 40 ദാറ്റ് ഈസ് 50 ഡിഗ്രി ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്നും ഇത് 50 ഡിഗ്രി ആണ് എന്നും കിട്ടി. സെൻട്രൽ ആംഗിൾ നോക്കൂ, 100 ഡിഗ്രി ആണ്. 100 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ളപ്പോൾ വരച്ച കോഡ് എ ബിയുടെ റൈറ്റ് സൈഡിലുള്ള രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ് 50 ഡിഗ്രി വീതമാണ്. അതായത് 100ന്റെ ദാറ്റ് മീൻസ് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് കോഡിന് റൈറ്റ് സൈഡിലുള്ള ആംഗിൾ. 100/2 50 ഡിഗ്രി. ഓക്കെ, ദെൻ എ ബി ആർക്കിൽ നിന്ന് ഒരു ലൈൻ നമ്മൾ ലെഫ്റ്റിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ബിയിൽ നിന്നും വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തതായിട്ട് കാണാം. സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി സെൻട്രൽ ആംഗിളിന്റെ
ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ എന്നുള്ളത്. അതായത് എ ബി എന്ന ആർക്കിൽ ഫോം ചെയ്ത രണ്ട് ആംഗിൾസ് ആണ് എ ഒ ബി എന്ന സെൻട്രൽ ആംഗിളും എ ഡി ബി എന്ന ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിളും. ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിളിന്റെ ഡബിൾ ആണ് സെൻട്രൽ ആംഗിൾ, അല്ലെങ്കിൽ പറയാം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഈ ആംഗിൾ. ദാറ്റ് മീൻസ് 50 ഡിഗ്രി. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ 50 ഡിഗ്രി ആണ് എങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ദാറ്റ് മീൻസ് എ ബി കോഡിലുള്ള രണ്ട് ആംഗിൾസും 50 50 അല്ലേ. അതായത് എ ബി ആർക്കിലുള്ള കോഡാണ് എ ബി. ഈ എ ബിയിൽ നിന്ന് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ മെഷർമെന്റ് 50 ആണ്. എ ബി കോഡിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ആംഗിൾസ് 50 50 ആണ്. അതായത് ഈ ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് കോഡിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ആംഗിൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ജനറൽ ആയിട്ട് പറയാം. സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ആണ് എങ്കിൽ എക്സ് ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ. ദാറ്റ് മീൻസ് x/2 ഡിഗ്രി. ഈ ആംഗിൾ x/2 ഡിഗ്രി ആണ് എങ്കിൽ കോഡ് എ ബിയിൽ ഫോം ചെയ്ത ഓൺ ദ സർക്കിളിലെ ആംഗിൾ x/2 ആണ് എങ്കിൽ കോഡിന്റെ റൈറ്റ് സൈഡിൽ വരുന്നതും x/2 തന്നെ ആയിരിക്കും. ശരിയല്ലേ? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഓൺ ദ സർക്കിളില്. ഓൺ ദ സർക്കിൾ എ ബി കോഡിൽ ഫോം ചെയ്ത ആംഗിൾ ആണ് എങ്കിൽ കോഡിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ആംഗിൾ x/2 തന്നെയാണ്. ഇനി നമ്മൾ സെൻട്രൽ ആംഗിളുമായി മേക്ക് ചെയ്ത ആംഗിൾ ദാറ്റ് മീൻസ് എക്സ് ഡിഗ്രിയും പി ആംഗിളും കൂടി കണക്ട് ചെയ്ത് പറഞ്ഞു. ഈ രണ്ട് ആംഗിൾസിന്റെയും സമ്മ് 180 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണ് എങ്കിൽ ഇതെന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്തത്. എങ്ങനെയായിരിക്കണം? എ ബി കോഡ് സർക്കിളിലെ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് മേക്ക് ചെയ്ത കോഡ് എ ബിയിൽ തന്നെ ഫോം ചെയ്ത ഓൺ ദ സർക്കിളിലെ ആംഗിൾ x/2 ഇതിന്റെ ഡബിൾ ആയിരിക്കണം എ ബിയിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സെൻട്രൽ ആംഗിളിന്റെ ആംഗിൾ. സോ x/2ന്റെ ഡബിൾ ആണ് എക്സ്. ദെൻ എ ബി കോഡിൽ തന്നെ ഉണ്ടായ റൈറ്റ് സൈഡിലെ രണ്ട് ആംഗിൾസ് ആണ് x/2 അത് ഓൺ ദ സർക്കിളിൽ മേക്ക് ചെയ്ത ആംഗിളുമായി ഈക്വൽ ആണ്. സോ x/2 ക്ലിയർ ആയില്ലേ? ദെൻ ഈ കിട്ടിയ കോഡലാറ്ററൽ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി എന്നുള്ളത് കൊണ്ട് എക്സ് ഡിഗ്രിയും 180 മൈനസ് എക്സും കൂടി ചേർന്നുകൊണ്ട് 180 കിട്ടും. ഓക്കെ, അതായത് എ ബി കോഡാണ് എടുക്കുന്നതെങ്കിൽ എ ബി കോഡിൽ ഫോം ചെയ്ത ആംഗിൾസ് x/2ഉം എ ബി കോഡിലുള്ള റൈറ്റ് സൈഡിലെ ആംഗിൾസ് x/2മായി ഈക്വൽ ആണ്. ദെൻ തിരിച്ചും നമുക്ക് പറയാം, ഈ എ ബി ആർക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ആംഗിൾ കൂടി മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബിയിൽ നിന്ന് തന്നെ ഒരു ആംഗിൾ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അതായത് എ ഇ ബി എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ഈ കോഡലാറ്ററലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എ ഡി ബി ഇ എന്ന കോഡലാറ്ററലിന് എന്തെങ്കിലും പ്രത്യേകത നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? യെസ്, ഈ 4 പോയിന്റ്സും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ്. 4 പോയിന്റ്സും കോഡലാറ്ററലിലെ 4 പോയിന്റ്സും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആണ് എങ്കിൽ നമുക്ക് പറയാം ഇതൊരു സൈക്ലിക് കോഡലാറ്ററൽ ആണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് അതല്ല, ഈ ആംഗിൾ ദാറ്റ് മീൻസ് എ ഇ ബി എന്ന ഈ ആംഗിളും ഈ റൈറ്റ് സൈഡിൽ ഫോം ചെയ്ത ആംഗിൾ തമ്മിലുള്ള സ്പെഷ്യാലിറ്റി ആണ് വേണ്ടത്, റിലേഷൻ ആണ് വേണ്ടത്. സോ എ ബി കോഡിൽ ഫോം ചെയ്ത ആംഗിൾ ആണ് എ ഇ ബി. ഓക്കെ, ഈ എ ഇ ബിയുടെ മെഷർമെന്റ് എത്രയാണോ അതായിരിക്കും എ ബി കോഡിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ആംഗിൾ. ക്ലിയർ ആയില്ലേ? ഓൺ ദ സർക്കിൾ എ ബി കോഡ് കൺസിഡർ ചെയ്യാം. ദെൻ എ ബി കോഡിന്റെ ലെഫ്റ്റിൽ ദാറ്റ് മീൻസ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ x/2 ആണ്. കോഡിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന x/2 എന്ന് പറഞ്ഞു.
ഇതേപോലെ തന്നെ ഓൺ ദ സർക്കിളിൽ മേക്ക് ചെയ്ത ആംഗിൾ എത്രയാണോ, എ ബി കോഡിൽ ആംഗിൾ മേക്ക് ചെയ്ത് എത്രയാണോ അത് തന്നെ ആയിരിക്കണം എ ബി കോഡിന്റെ ലെഫ്റ്റിൽ ഫോം ചെയ്ത ആംഗിൾ. ഓക്കെ, അടുത്തതായി എ ബി സി എന്ന ട്രയാങ്കിളിലെ 3 വെർട്ടിസസും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആക്കി എടുത്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണ്. എ ബി സി ട്രയാങ്കിൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ദെൻ എയിലൂടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട് പി എ. ഈ പി എ ഫോം ചെയ്ത 2 ആംഗിൾസ്, ദാറ്റ് മീൻസ് പി എ സിയും അതേപോലെ തന്നെ സി എ, ഇവിടെ വേറെ നീളം ക്യൂ എന്ന് തന്നെ കൊടുക്കാം, ദാറ്റ് മീൻസ് സി എ ക്യൂ. ഇവിടെ നമുക്ക് വേണ്ടത് ആംഗിൾ ബി എക്സ് ഡിഗ്രി ആണ് എങ്കിൽ പി എ സി എന്ന ആംഗിളിന്റെ മെഷർമെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോഡ് എടുക്കാം, എ സി എന്ന കോഡ് എടുത്തു. ആ കോഡിൽ ഫോം ചെയ്ത ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ, ദാറ്റ് മീൻസ് എ സിയിൽ ഫോം ചെയ്ത ഓൺ ദ സർക്കിളിലെ ആംഗിൾ ആണ് ബി എക്സ് ഡിഗ്രി. അങ്ങനെ വരുന്ന സമയത്ത് ആ കോഡിന്റെ റൈറ്റ് സൈഡിൽ ഫോം ചെയ്ത ആംഗിൾസുമായി ഈക്വൽ ആണ് എന്ന് നമുക്ക് കോഡ് എടുത്തു എ സിയിൽ നിന്ന് ഫോം ചെയ്ത ഓൺ ദ സർക്കിളിലെ ആംഗിൾ ബി എക്സ് ഡിഗ്രി. അത് ആരുമായി ഈക്വൽ ആണ്? എ സി കോഡിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ആംഗിൾസുമായി, ദാറ്റ് മീൻസ് ടാൻജൻസ് മേക്ക് ചെയ്ത ആംഗിൾസുമായി ഈക്വൽ ആണ്. സോ എ സിയുടെ റൈറ്റ് സൈഡിൽ വരുന്ന ആംഗിൾ എ ആണ്. ദാറ്റ് മീൻസ് ഇത് എക്സ് ഡിഗ്രി ആണ് എങ്കിൽ ഈ ആംഗിളും എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സിയിലൂടെ ഒരു ടാൻജന്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എ സി കോഡിന്റെ ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ എക്സ് ഡിഗ്രി, എ സി കോഡിന്റെ റൈറ്റ് സൈഡിൽ ടാൻജന്റുമായി മേക്ക് ചെയ്ത ആംഗിൾസ് ഈ 2 എണ്ണമാണ്. ഈ ആംഗിൾസുമായി ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. സോ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ 2 ആംഗിൾസും എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ ആംഗിൾ വൈ ഡിഗ്രി ആണ് എങ്കിൽ ഏതൊക്കെ ആംഗിൾസുമായി ഈക്വൽ ആണെന്ന് നോക്കാം. ഓക്കെ, വൈ ഡിഗ്രി ആണ്, എ ബി ആണ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കോഡ്. അതായത് എ ബി കോഡിൽ ഫോം ചെയ്ത ഓൺ ദ സർക്കിളിലെ ആംഗിൾ ആണ് സിയിലെ വൈ ഡിഗ്രി. ഓക്കെ, ദെൻ വൈ ഡിഗ്രി ഫോം ചെയ്യുന്നു എങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് ടാൻജന്റ് മേക്ക് ചെയ്തതിലെ ആംഗിളുമായി ഈക്വൽ ആണ്. സോ ഈ ആംഗിൾ വൈ ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും വൈ ഡിഗ്രി തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ബിയിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ സിയുടെ ഓൺ ദ സർക്കിൾ ആംഗിളുമായി മേക്ക് ചെയ്ത എ ബി കോഡിലെ ടാൻജന്റുമായി മേക്ക് ചെയ്ത ഈ ആംഗിൾ വൈ ഡിഗ്രി തന്നെ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? എ ബി കോഡ് എടുത്തു, ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ സി ഈക്വൽ ടു വൈ ഡിഗ്രി ആണ്. ഇതിന് ഈ കോഡ് ടാൻജന്റുമായി മേക്ക് ചെയ്ത ആംഗിൾ വൈ ഡിഗ്രി, ഈ കോഡ് ടാൻജന്റുമായി മേക്ക് ചെയ്ത ആംഗിൾ വൈ ഡിഗ്രി. ഓക്കെ, ഇനി ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ the sides of the large triangle are tangents to the circumcircle of the small triangle through its vertices. Calculate the angles of the large triangle. അതായത് ഒരു ട്രയാങ്കിളിന്റെ സർക്കംസർക്കിളായി ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിലൂടെ ടാൻജൻസ് വരച്ചു. ആ ടാൻജൻസിനെ എല്ലാം ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ലാർജ് ട്രയാങ്കിൾ ആണ്. സ്മോൾ ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് 80 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാർജ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്മോൾ ട്രയാങ്കിളിന്റെ 3rd ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. 80 പ്ലസ് 60 140 ഡിഗ്രി, 140 പ്ലസ് 40 ദാറ്റ് ഈസ് 180 ഡിഗ്രി. സോ ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി. ഇനി നമ്മൾ പഠിച്ചു എ ബി സി എന്ന ഈ ട്രയാങ്കിളിന് നെയിം ചെയ്യാം. എ സി എന്ന
കോഡ് എടുക്കാം. കോഡിൽ ഫോം ചെയ്ത ഓൺ ദ സർക്കിളിലെ ആംഗിൾ ആണ് 80 ഡിഗ്രി. പി ക്യു ആർ എന്ന ലാർജർ ട്രയാങ്കിളിനെ നെയിം ചെയ്യുകയാണെങ്കിൽ എ സി കോഡും ഈ പി ആർ പി ക്യു എന്ന ഈ ടാൻജൻസുമായി മേക്ക് ചെയ്ത ആംഗിൾസും ഈക്വൽ ആണ്. സോ ഈ ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും 80 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ദെൻ എ ബി കോഡ് കൺസിഡർ ചെയ്യാം. എ ബി കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ 60 ഡിഗ്രി ആണ്. എ ബി കോഡ് ടാൻജൻസ് ക്യു പി ക്യു ആറുമായി മേക്ക് ചെയ്ത ആംഗിൾസ് ആണ് ഈ രണ്ടെണ്ണം. ഈ ആംഗിൾസ് ഈക്വൽ ആണ്, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ദെൻ ബി സി കോഡ് കൺസിഡർ ചെയ്യുന്നു. ബി സി കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ ബി എ സി ഈക്വൽ ടു 40 ഡിഗ്രി. ബി സി കോഡ് ടാൻജൻസ് ആയ ആർ പി ആർ ക്യൂവുമായി മേക്ക് ചെയ്ത ആംഗിൾ, ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, ദാറ്റ് ഈസ് 40 ഡിഗ്രി. ഓക്കെ. ദെൻ ക്യു ബി എ എന്ന ട്രയാങ്കിളും എ സി പി എന്ന ട്രയാങ്കിളും ബി സി ആർ എന്നുള്ള ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ആംഗിൾസും 180 ഡിഗ്രി എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾസും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തേർഡ് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ നോക്കാം. 60യും 60യും, ദാറ്റ് ഈസ് 120. 120 പ്ലസ് 60, ദാറ്റ് ഈസ് 180 ഡിഗ്രി. 40 പ്ലസ് 40, ദാറ്റ് ഈസ് 80 ഡിഗ്രി. 80 പ്ലസ് 100, ദാറ്റ് ഈസ് 180 ഡിഗ്രി. 80 പ്ലസ് 80, ദാറ്റ് ഈസ് 160 ഡിഗ്രി. 160 പ്ലസ് 20, 180 ഡിഗ്രി. അതായത് ലാർജർ ട്രയാങ്കിൾ ആയ പി ക്യു ആറിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 20, 60, 100 ഡിഗ്രി ആണ്. സ്മോൾ ട്രയാങ്കിളിന്റെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ദ സൈഡ്സ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ ആർ ടാൻജൻസ് ഓഫ് ദ സർക്യൂംസർക്കിൾ ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ത്രൂ ഇറ്റ്സ് വെർട്ടിസസ്. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ. അതായത് ലാർജർ ട്രയാങ്കിളിന്റെ ടാൻജൻസ് ആക്കി എടുത്തുകൊണ്ട് സർക്കിളിലെ പോയിന്റ്സ് എടുത്തു. ആ പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്മോൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ലാർജർ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസിൽ രണ്ട് ആംഗിൾസ് 60യും 40 ഡിഗ്രിയുമാണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാർജർ ട്രയാങ്കിളിന്റെ തേർഡ് ആംഗിളും സ്മോൾ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ലാർജർ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് 60, 40. ട്രയാങ്കിൾ ആംഗിൾസും 180 ഡിഗ്രി എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 പ്ലസ് 40, 100. 100 പ്ലസ് 80, 180. Then എ ബി കോഡ് കൺസിഡർ ചെയ്യാം. എ ബി കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ ആണ് ആംഗിൾ സി. എ ബി കോഡ് ടാൻജൻസുമായി മേക്ക് ചെയ്ത ആംഗിൾ ആണ് ഈ രണ്ട് ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസ് നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ആംഗിൾ സി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് പി എ ബി എന്ന ആംഗിളും പി ബി എ എന്നുള്ള ആംഗിളും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ. പി എ പി ബി എന്നത് പി എന്ന ഔട്ട്സൈഡിലുള്ള പോയിന്റിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് ആണ്. ടാൻജൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് പി എ ഈക്വൽ ടു പി ബി. അതായത് പി എ ബി എന്ന് പറയുന്നത് ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്സെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആയിരിക്കും. പി എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബിയും പി ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എയും ഈക്വൽ ആണ്. ട്രയാങ്കിൾ ആംഗിൾസും 180 ഡിഗ്രി
ദാറ്റ് മീൻസ് ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് എങ്കിൽ 180 മൈനസ് 60 120 ഡിഗ്രി. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 120 ആയിരിക്കണം. 120യെ രണ്ട് ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ 60യും 60യുമായി കട്ട് ചെയ്യും. അതായത് ആംഗിൾ ബിയും ആംഗിൾ എയും 60 ആണ് എന്ന് കിട്ടി. ഈ രണ്ട് ആംഗിൾസ് 60 ആണ് എങ്കിൽ എ ബി കോഡ് ടാൻജൻസുമായി മേക്ക് ചെയ്ത ഈ ആംഗിൾസ് 60 60 എന്ന ഈ ആംഗിൾസ് എ ബി കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിളുമായി ഈക്വൽ ആണ്. സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 60 ആണ് എന്ന് പറയാം. ദെൻ എ സി കോഡ് കൺസിഡർ ചെയ്യാം. എ സി കോഡ് കൺസിഡർ ചെയ്യുമ്പോൾ എ സി ക്യൂ എന്ന ഈ ട്രയാങ്കിൾ എടുക്കാം. ക്യൂ എന്ന ഔട്ട്സൈഡിലെ പോയിന്റിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് ക്യൂ സി ക്യൂ എ. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി. അതിനോടൊപ്പം തന്നെ ക്യൂ എ ഈക്വൽ ടു ക്യൂ സി ടാൻജൻസ് ആർ ഈക്വൽ എന്നെടുക്കുമ്പോൾ ക്യൂ എ സി എന്ന ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ക്യൂ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എയും ക്യൂ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സിയും ഈക്വൽ ആണ്. Triangle angle sum 180 degree. So 180 minus 40 140 degree. Angle A plus angle C എന്ന് പറയുന്നത് 140 ആണ്. Angle A equal to angle C is equal to 140 by 2. That is equal to 70 degree ആണ്. Then AC code on the circle-മായി make ചെയ്ത angle B. AC code ടാൻജൻസുമായി മേക്ക് ചെയ്ത ആംഗിൾ 70 ഡിഗ്രിയുമായി ഈക്വൽ ആണ്. സോ ആംഗിൾ B is equal to 70 ഡിഗ്രി. ദെൻ BC കോഡ് കൺസിഡർ ചെയ്യാം. BC കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ ആണ് ആംഗിൾ A. ഔട്ട്സൈഡിലെ പോയിന്റ് ആയ ആറിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻസ് RC RB. RC ഈക്വൽ ടു RB. ടാൻജൻസ് ആർ ഈക്വൽ. അതുകൊണ്ട് തന്നെ ബി സി ആർ എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി. ദാറ്റ് മീൻസ് 180 മൈനസ് 80 100 ഡിഗ്രി ആണ് ഈ രണ്ട് ആംഗിൾസിന്റെ സം. രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സോ 100 by 2 50 ഡിഗ്രി വീതമാണ് ഈ രണ്ട് ആംഗിൾസ് എന്ന് കിട്ടി. BC കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ A that is equal to BC കോഡ് ടാൻജൻസുമായി മേക്ക് ചെയ്ത ആംഗിൾസ് ഈ രണ്ടെണ്ണം 50 ഡിഗ്രി. സോ ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആംഗിൾ A 50 ഡിഗ്രി എന്ന് എഴുതാം. സോ ആംഗിൾ A equal to 50 ഡിഗ്രി, ആംഗിൾ B is equal to 70 ഡിഗ്രി, ആംഗിൾ C is equal to 60 ഡിഗ്രി. Triangle angle sum 180 degree. So 70 plus 50 120. 120 plus 60 that is 180 degree. Triangle angle sum 180 degree എന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളത് ലാർജ് ട്രയാങ്കിളിന്റെ തേർഡ് ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ദെൻ സ്മോൾ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആണ് 50 70 60 ഡിഗ്രി ആണ് ആംഗിൾ മെഷർമെന്റ്സ് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ PQ, RS, TU are tangents to the circumcircle of triangle ABC. Sort out the equal angles in the picture. അതായത് ട്രയാങ്കിൾ ABCയിലെ മൂന്ന് ടാൻജൻസ് ആണ് PQ, RS, TU. ഇവിടെ ആംഗിൾസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ആംഗിൾ A X ഡിഗ്രി എന്നും ആംഗിൾ B Y ഡിഗ്രി എന്നും ആംഗിൾ C Z ഡിഗ്രി എന്ന് എടുക്കാം. പിന്നെ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആദ്യമായി AB കോഡ് കൺസിഡർ ചെയ്യാം. AB കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ Z ആണ്, Z ഡിഗ്രി. ദെൻ AB കോഡ് ടാൻജൻസുമായി മേക്ക് ചെയ്ത ആംഗിൾ ഈ ആംഗിളുമായും ഈക്വൽ ആണ്. സോ ഇത് Z ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും Z ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ AC കോഡ് കൺസിഡർ ചെയ്യാം. AC കോഡ് ഓൺ ദ സർക്കിളുമായി മേക്ക് ചെയ്തതാണ് B, ദാറ്റ് ഈസ് ഈക്വൽ ടു Y ഡിഗ്രി. AC കോഡ് ടാൻജൻസുമായി മേക്ക് ചെയ്ത ആംഗിൾസുമായി ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈ രണ്ട് ആംഗിൾസും
y ഡിഗ്രി ആണ് എന്ന് വരും. ഓക്കെ, ദെൻ ബി സി കോഡ് കൺസിഡർ ചെയ്യുന്നു. ബി സി കോഡ് ഓൺ ദി സർക്കിളുമായി മേക്ക് ചെയ്ത ആംഗിൾ എക്സ് ഡിഗ്രി. ബി സി കോഡ് ടാൻജൻസുമായി മേക്ക് ചെയ്ത ഈ രണ്ട് ആംഗിൾസുമായി ഈക്വൽ ആണ് എങ്കിൽ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എക്സ് ഡിഗ്രി ആയിരിക്കും. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസിനോട് ഈക്വൽ ആയിട്ട് വരുന്ന മറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In the picture, the tangent to the circumcircle of a regular pentagon through a vertex is shown. Calculate the angle which the tangent makes with the two sides of the pentagon through the point of contact. അതായത് ഇവിടെ ഒരു റെഗുലർ പെന്റഗണ് സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്. റെഗുലർ പെന്റഗണിന്റെ ഒരു വെർട്ടെക്സ് അതിലൂടെ ഒരു ടാൻജന്റും വരച്ചതായിട്ട് കാണാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ റെഗുലർ പെന്റഗൺ ടാൻജന്റുമായി മീറ്റ് ചെയ്തപ്പോൾ മേക്ക് ചെയ്ത ഈ രണ്ട് ആംഗിൾസിന്റെ മെഷർമെന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു റെഗുലർ പെന്റഗണിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളത്. ഈ റെഗുലർ പെന്റഗണിനെ നെയിം ചെയ്യാം. എ, ബി, സി, ഡി, ഇ. പി ക്യു എന്ന ടാൻജന്റുമായി മേക്ക് ചെയ്ത രണ്ട് ആംഗിൾസ് സി ബി ക്യൂവും എ ബി പിയും. ഓക്കെ, റെഗുലർ പെന്റഗണിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 540 ആണ്. 540യെ 5 ഈക്വൽ ആംഗിൾസിന്റെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 540/5 that is 108 ഡിഗ്രി. എല്ലാ ആംഗിൾസും 108 ഡിഗ്രിയോട് ഈക്വൽ ആണ്. ശരിയല്ലേ? എല്ലാ സൈഡ്സും ദാറ്റ് മീൻസ് എ ബി ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി ഈക്വൽ ടു എ യു ആണ്. ഇനി സെൻറ്ററായ ഓയിൽ നിന്ന് രണ്ട് റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. ദാറ്റ് മീൻസ് ഒ എ ബി എന്ന ട്രയാങ്കിൾ ആണ്. ഇവിടെ നോക്കൂ, ഒ എ ഒ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ഈക്വൽ ആണ്. സോ ഒ എ ബി എന്ന ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആയിരിക്കും. സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവിടെ എല്ലാ പോയിന്റ്സിലോട്ടും നമ്മളൊരു റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 5 ട്രയാങ്കിൾസ് മേക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് 360 ഡിഗ്രി. ദാറ്റ് മീൻസ് ഓക്ക് ചുറ്റുമുള്ള ആംഗിൾസിന്റെ സമ്മ് 360 ആയിരിക്കണം. അപ്പോൾ നമുക്ക് 5 ആംഗിൾസ് ആണ് ഇവിടെ കിട്ടിയത്. അതായത് 360 ഡിഗ്രി 5 ഈക്വൽ ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ആംഗിൾസും 72 ഡിഗ്രി ആയിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. സോ സെൻട്രൽ മേക്ക് ചെയ്ത 5 ആംഗിൾസിന്റെയും മെഷർമെന്റ് എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ 72 ഡിഗ്രി ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 മൈനസ് 72 ദാറ്റ് ഈസ് 108 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മ് 108 ഡിഗ്രിയാണ്. 108 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സോ 108 ഡിഗ്രിയെ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 108/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 54 ഡിഗ്രി. 54 ഡിഗ്രി എന്നായി. ഓക്കെ, ഈ ആംഗിൾ 54 ആണെങ്കിൽ ഇതും 54 തന്നെ ആയിരിക്കും. സോ ഇതും 54 ആണെന്ന് പറയാം. ദെൻ ഇവിടെ കിട്ടിയ സ്ട്രൈറ്റ് ലൈൻ, ഈ സ്ട്രൈറ്റ് ലൈനിൽ 4 ആംഗിൾസ് വന്നു. 1 2 3 4. ഈ 4 ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. അതായത് രണ്ട് ആംഗിൾസ് 108 ഡിഗ്രി ആണെങ്കിൽ മറ്റു രണ്ട് ആംഗിൾസിന്റെ സമ്മ് 72 ആണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ 72/2 36 ഡിഗ്രി 36 ഡിഗ്രി എന്ന് എഴുതാം. അതായത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട രണ്ട് ആംഗിൾസ് 36 എന്ന് കിട്ടും. എപ്പോൾ ഈ പി ക്യു എന്ന ലൈൻ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ലീനിയർ പെയർസ് ഓഫ് 180 ഡിഗ്രി എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ. അതല്ലാതെ തന്നെ നമുക്ക് പറയാം ഇവിടെ
ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രി ആണ് എങ്കിൽ എ ബി എന്ന കോഡ് സെൻട്രുമായി മേക്ക് ചെയ്തത് 72 ഡിഗ്രി. ഈ 72ന്റെ ഹാഫ് ആയിരിക്കണം എ ബി കോഡ് ടാൻജന്റുമായി മേക്ക് ചെയ്തത്. അതായത് എ ബി കോഡ് സെൻട്രുമായി മേക്ക് ചെയ്ത 72ന്റെ ഹാഫ് ആണ് എ ബി കോഡ് ടാൻജന്റുമായി മേക്ക് ചെയ്ത 36. സോ എ ബി പി എന്ന ആംഗിൾ 36 ആണ്. അതേപോലെ തന്നെ ബി സി കോഡ് എടുക്കാം. ബി സി കോഡ് സെൻട്രുമായി മേക്ക് ചെയ്ത ആംഗിൾ 72. ദെൻ ബി സി കോഡ് പി ക്യു എന്ന ടാൻജന്റുമായി മേക്ക് ചെയ്ത ആംഗിൾ 36. 72ന്റെ ഹാഫ് 36. ഓക്കെ, റെഗുലർ പെന്റഗണിന്റെ 5 ആംഗിൾസിന്റെ മെഷർമെന്റും നമ്മൾ പറഞ്ഞു 540/5, ദാറ്റ് ഈസ് 108 ഡിഗ്രി ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾസ് അറൌണ്ട് എ പോയിന്റ് 360 ഡിഗ്രി 360/5 ചെയ്തപ്പോൾ സെൻട്രൽ ആംഗിൾസ് 72 ആണ്. ഈ സെൻട്രൽ ആംഗിൾ 72 ആണെങ്കിൽ എ ബി കോഡ് സെൻട്രലുമായി മേക്ക് ചെയ്ത 72, എ ബി കോഡ് ടാൻജന്റുമായി മേക്ക് ചെയ്തതിനാണ് ഹാഫ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഈ ആംഗിൾ 36 ആയിരിക്കണം. ദെൻ ബി സി കോഡും അതേപോലെ പറയാം. സെൻട്രുമായി മേക്ക് ചെയ്ത 72ന്റെ ഹാഫ് ആയിരിക്കണം ബി സി കോഡ് ടാൻജന്റുമായി മേക്ക് ചെയ്ത്, ദാറ്റ് ഈസ് 36. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എ ബി പി എന്ന ആംഗിളും സി ഡി ക്യു എന്ന ആംഗിളുമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 36. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.